ലിജോന്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ നമുക്കിതെല്ലാം പുതുമയാണ്, എന്തും കാണും പുതുമയാണ്. കാരണം നമ്മള് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഫുൾ ടൈം നിന്ന് ഒരു കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പൊ ലിജോയുടെ ഇനി ഒരു സൗണ്ട് ഡിസൈനർ വരും, രംഗനാഥൻ ആൾ വരും. രംഗനാഥാണ് എന്റെ സൗണ്ട് ഡിസൈനർ. അപ്പൊ ലിജോന്റെ നായകൻ തുടങ്ങി ഇപ്പൊ ഉള്ള അവസാന പടം വരെ രംഗനാഥാണ് ചെയ്തത്. അപ്പൊ പന്നീനെ അടിക്കുമ്പോ ഞങ്ങളോട് പന്നീനെ കൊല്ലുന്ന ചാരും പന്നീനെ കഴുത്തറുതലാണ്, പന്നീനെ തലക്കടിച്ചത് പറഞ്ഞത്. അപ്പൊ അതിന്റെ സൗണ്ട് വേണം, പിന്നെ ഈ ആൾക്കാർ ഒച്ച ഉണ്ടാക്കുന്നതും ബഹളും അതിന്റെ ഒരു ആംബിയൻസ് ഒക്കെ പുള്ളി ലൈവ് ആയിട്ട് മൈക്കും സാധനങ്ങളൊക്കെ വെച്ച് ഒരു സമയം വണ്ടി കൊണ്ടുവന്നതോടെ നമുക്ക് ആദ്യം തന്നെ പോകേണ്ടത് എനിക്ക് മാർക്കറ്റ് പോയി ഒന്ന് കാണണം, ഈ പന്നീനെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂടെ ഇപ്പോൾ അന്നത്തെ ദിവസങ്ങളൊക്കെ സാധാരണ 1, 2, 3, 4, 5 പന്നീനെയൊക്കെയാണ് അവർ കൊല്ലുള്ളൂ. അപ്പോൾ അത് ഓരോ സൗണ്ട് വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു പണിയാം, നമുക്ക് ഒരു ഈസ്റ്റർ ആകുമ്പോൾ നീ വാ, നമുക്ക് ഈസ്റ്ററിന് ഇഷ്ടം പോലെ പന്നികൾ. അപ്പൊ ഈസ്റ്റർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അതായത് 4000, 5000 കിലോ പന്നീനാണ് ഒരു ഫാമിൽ നിന്ന് ഈ പന്നി കൊല്ലോടത്ത് ചെയ്യുന്നത്. അപ്പൊ ഒരു പന്നിനെ തലക്കടിച്ച് 4 പീസാക്കാണ്. അപ്പൊ വെളുപ്പിനും പന്നിൻ്റെ അടുത്ത് ഞാൻ പറയാം, അവരന്വേഷിച്ച് പറഞ്ഞു പന്നീനൊക്കെ 2:30 ഒരു 3 മണിയാകുമ്പോഴേക്കിനെ ഇതൊക്കെ കസാപ്പിക്കുന്ന പരിപാടിയാന്ന് പറയുന്നത്. ആ സമയത്ത് ഞങ്ങൾ രണ്ട് ചെന്ന് മൈക്കെടുത്തു. അപ്പൊ ഭയങ്കര ലൈറ്റ് കുറവുള്ള സ്ഥലമാണ്, ഇരുട്ടായിരുന്നു. അപ്പൊ താഴെയൊക്കെ ഫ്ലോറിൽ വെള്ളം കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് കടന്നില്ല. ഇവൻ ഈ മൈക്ക് വെച്ച് രംഗന് പോയി നിന്ന് ഈ പന്നീനെ അടിക്കണ തന്നെ അത് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തു, ഇതിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്തു. അപ്പൊ ഈ പന്നീനെ കൊല്ലോടത്തിന്റെ ഈ പന്നീനെ സൗണ്ട് എടുത്തപ്പോഴും ഒരുപാട് ഒരു 10-40 വരെ എടുത്ത് ഓരോന്നും അടിക്കുമ്പോൾ ഓരോ സൗണ്ട്. അപ്പൊ ഞാൻ മദീനയിലുള്ള കുറച്ചുകൂടി പോട്ടെ, കുറച്ച് ലാസ്റ്റ് പിന്നെ പുള്ളിക്ക് അത് ഒരു മടുപ്പായി. മദീന നിർത്തിയപ്പോൾ ഞങ്ങൾ പോകുന്നത് അവർ രാവിലെ ആകുമ്പോഴേക്കും പള്ളിയിലെ ആംബിയൻസ് എടുക്കണം. ഇപ്പൊ കാരണം പെപ്പെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്നു ആ ആംബിയൻസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഈസ്റ്ററിൽ നിന്ന് ചെന്നപ്പോൾ അവിടെ നല്ല ആ സമയത്താണ് പള്ളിയിൽ കുർബാന നടന്ന സമയമാണ്. അതാണ് പെപ്പെ അവരുടെ ഞായറാഴ്ച കുർബാന കാണുമ്പോൾ ആ സൗണ്ട് ആംബിയൻസ് അന്ന് രംഗൻ അത് മൈക്ക് വെച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തത്. പിന്നെ അതേപോലെ ഓട്ടോറിക്ഷ ഓടുന്നതിന് ഓട്ടോറിക്ഷ സൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ശരിക്കുള്ള ഓട്ടോറിക്ഷ കൊണ്ടിട്ട് ഓടിച്ച് അതിന്റെ സൗണ്ട് രംഗം എടുക്കുക ചെയ്തത്. പിന്നെ നമുക്ക് അതിന്റെ ഇന്റർവ്യൂലുള്ള ബോംബ് എറിഞ്ഞുള്ള ബ്ലാസ്റ്റിംഗ് സൗണ്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിയലായിട്ടുള്ള 2 ഗുണ്ടൊക്കെ കെട്ടി അത് പൊട്ടിച്ച് അതിന്റെ സൗണ്ട് 3-4 പ്രാവശ്യമായിട്ട് എടുക്കുക ചെയ്തു. പിന്നെ അതുപോലെ പള്ളിയിലെ ചെണ്ടമേളം എടുക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കുറെ സ്ഥലങ്ങളിൽ പോയിട്ട് പെരുന്നാൾ സ്ഥലത്ത് പോയിട്ട് ഈ ചെണ്ട സാധനം എടുത്തു. അത് ഞങ്ങൾ എടുത്ത് ഇരിഞ്ഞാലക്കുട വെടിക്കെട്ട് എടുക്കേണ്ടി വന്നു. ഈ ബ്ലാസ്റ്റിങ്ങും ചെണ്ടമേളം ഇരിഞ്ഞാലക്കുട പെരുന്നാളിന് അന്ന് ചാലക്കുടിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട സ്ഥലമുണ്ട്, അവിടെ പള്ളിയിലെ പെരുന്നാളിന് ഞങ്ങൾ പോയിട്ടാണ് ഈ പെരുന്നാളിന്റെ ആംബിയൻസുകളും ആ പടക്കം കൂട്ടണവും ചെണ്ട കൂട്ടണവും അതൊക്കെ ഞങ്ങൾ അന്ന് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തെടുത്താണ്. പിന്നെ അതില് ഈ കുഞ്ഞൂട്ടി പാട്ട് പാടുണ്ട്, ബെഞ്ചില് കൈയടിച്ചിട്ട്. അതും രംഗൻ അവനെ കൊണ്ട് പാടിപ്പിച്ച് ഞങ്ങൾ അതേ ഹോട്ടലിൽ പോയി അതേ ടേബിളിൽ ചെന്നിരുന്ന് അതേപോലെ അടിച്ചാണ് രംഗൻ എന്ന സൗണ്ട് റെക്കോർഡ് ചെയ്തത്. അതിലാകെ സെറ്റ് ഇട്ടെന്ന് ശരിക്കും പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ മാത്രമാണ് സെറ്റായിട്ട് ചെയ്തിരുന്നുള്ളൂ, സെറ്റപ്പ്. ബാക്കിയെല്ലാം റിയലായിട്ട് സ്ഥലങ്ങളാണ് നമ്മളന്ന് അവിടെ ഷൂട്ട് ചെയ്തത്. ഈ പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ പോലീസ് സ്റ്റേഷന്റെ അകത്തുള്ള നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഒരുപാട് വേണ്ടി വന്നിരുന്നു. അപ്പൊ ലിജോനൊരു ശരിക്കും പറഞ്ഞ പോലീസ് ഒരു വീടാണ് നമ്മൾ അതിനോട് എടുത്തത്. അങ്കമാലിയിലെ ടൗണിൽ തന്നെ ഒരു വീടാണ്, പല ആൾത്താമസമുള്ള ഒരു വീടായിരുന്നു. ആ വീടാണ് നമ്മൾ പോലീസ് സ്റ്റേഷന്റെ എടുത്തത്. അപ്പൊ ആ പോലീസ് സ്റ്റേഷന്റെ സെറ്റിനും സെറ്റപ്പിനും ടേബിളുകൾ, ചെയർ, അങ്ങനെ കുറെ സാധനങ്ങൾ വേണം. അപ്പൊ നമ്മളിതൊന്നും ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും വേറെ റെന്റൊന്നും എടുത്തില്ല. അപ്പൊ നമ്മൾ ചെയറൊക്കെ എടുത്തെന്ന് വെച്ചാൽ ചെയർ പ്ലാസ്റ്റിക്കിന്റെ നെയ്ത് ചെയറാണ് ലിജോ പറഞ്ഞത്, അങ്ങനത്തെ ചെയർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ചെയർ നമ്മുടെ അങ്കമാലി കുറച്ച് സ്ഥലങ്ങളില്ല, ഉള്ളത് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഇരിക്കുന്ന ചെയർ പോലും ഞങ്ങളുടെ എടുത്തിട്ട് പോകുന്നു. അപ്പൊ ഈ പോലീസ് സ്റ്റേഷനിലെ വിലങ്ങ് ലാത്തി സാധനമൊക്കെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ സാറേ ഞങ്ങൾ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, അങ്കമാലിയുടെ കഥയാണ്, അവിടെ എസ് കുഴപ്പമില്ല, അത് പഴയത് കണ്ടി തരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കുറെ പഴയ സാധനം എടുത്തു. പിന്നെ നമുക്ക് ഫയലുകൾ വേണമായിരുന്നു. അപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ ആ ഫയല് നമുക്ക് എടുക്കാന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിലെ ഫയൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു വക്കീലുണ്ടാവും, അതായത് ജോസേട്ടയില് പുള്ളിയുടെ അതിന് നമ്മൾ വക്കീൽ ഓഫീസ് എടുത്ത് ജോസേന്റെ ഓഫീസാണ്. അവിടെ ജോസേന്റെ അടുത്താണ് ശരിക്കും കേസിനുള്ള ഫയലുകളാണ്, അത് മൊത്തം ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് പോന്നു. അത് സ്റ്റേഷൻ അങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷന്റെ സെറ്റപ്പ് ആയിരുന്നത്. അപ്പൊ ഈ പോലീസ് സ്റ്റേഷന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ ഓർത്തത്, കാരണം ഈ പോലീസ് സ്റ്റേഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അത് കുറെ റാക്ക് വേണം, സ്റ്റീലിന് അലമാരികളുണ്ട്. അപ്പൊ അത് നമുക്ക് വേറെ റെന്റിന് എടുക്കേണ്ടി വരും. അപ്പൊ അത് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു സീനിലുണ്ട്, ചീട്ട് കളിക്കുന്നിടത്ത് പോലീസ് റൈഡ് എടുക്കുന്ന സ്ഥലമുണ്ട്. അത് അവിടുത്തെ ഒരു എടശ്ശേരി ഗ്രൂപ്പിന്റെ ഒരു ഗോഡൌൺ ആണ്. അതായത് ഇവര് ഹോട്ടലിലുള്ള കംപ്ലീറ്റ് ഫർണിച്ചർ പഴയ സാധനങ്ങളെല്ലാം കൊണ്ട് ഇട്ടുന്ന ഗോഡൌൺ ആണ്. അവിടെയാണ് ഞങ്ങൾ ഇത് നടത്തിയത്. അപ്പൊ ഞാനിത് ഈ ഷൂട്ട് നടക്കുമ്പോൾ ലിജു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നീ നോക്കി, ഇവിടെ കുറെ റാക്കും അലമാരികളെ കണ്ടോ, ഇതെല്ലാം നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്, എടുത്തോളാൻ പറഞ്ഞു.
ഞാൻ ചെയ്ത അതിന്റെ മാനേജർ ചേട്ടാ അത് 2 ദിവസത്തേക്ക് തരുമ്പോൾ പാടുമ്പോൾ അവർ കൊണ്ടുപോകലാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇട്ട് ഇപ്പൊ ഈ ഫയലിൽ വെക്കുന്ന റാക്ക്, അതിനകത്ത് അലമാരി, ടേബിള്, ഇതെല്ലാം ഈ ചെയർ വെച്ച് ബാക്കി എല്ലാ സാധനവും നമുക്ക് ആ ഗോഡൌണിൽ കിട്ടിയതാണ്. പിന്നീട് വക്കീൽ ഓഫീസ് ശരിക്കും പറഞ്ഞാൽ ജോസേട്ടൻ്റെ തന്നെ വക്കീൽ ഓഫീസാണ് നമ്മൾ അതിനകത്തുള്ള വക്കീലിന്റെ ഓഫീസാക്കിയത്. പിന്നെ നമ്മുടെ മാർക്കറ്റ്, ഇറച്ചിയും പന്നിയുടെ പരിപാടി തന്നെ പന്നി ഫാം 2 ഫാമാണ് നമ്മളന്ന് എടുത്തിരുന്നത്. ഒന്ന് അപ്പാനി രവിക്ക് ഒരു ഫാം ഉണ്ടായിരുന്നു, അതൊരു ജെയ്സൺ ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അവന്റെ ഫാമിലാണ് അപ്പാനി രവിയുടെ ആ ക്യാരക്ടറുടെ മൊത്തം ഷൂട്ട് ചെയ്തത് ആ ഫാമിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതൊരു പെപ്പയും ടീംസിനും വേറൊരു ഫാമായിരുന്നു. അത് ഇവിടുന്ന് ഒരു അങ്കമാലി എന്ന് ഒരു 6-7 കിലോമീറ്റർ അപ്പുറം പുളിയെന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു മാട്ടിൻചാന്റെ ആ ഫാം എടുത്ത്, ആ ഫാം ഒരു വലിയ പ്രോപ്പർട്ടിയാണ്. അത് ഒരു റബ്ബർ തോട്ടാണ്. ആ റബ്ബർ തോട്ട നടുക്കാണ് ഈ പന്നി ഫാം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആ ബോംബ് എറിഞ്ഞ് ഇൻട്രോൽ സീക്വൻസ് എടുത്തത് നമ്മൾ ആ ഫാമിൽ വെച്ചെടുത്തിരുന്നത്. ആ ഫാമിൽ വെച്ചെടുക്കാന്ന് വെച്ചാൽ നമുക്ക് എന്നോട് ലിജു പറഞ്ഞു നമുക്കൊരു ഓട്ടോറിക്ഷ വേണം, ഓട്ടോറിക്ഷ കത്തിച്ചളയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു ഓട്ടോറിക്ഷ വാങ്ങിയ ഒരു ആപ്പ് ഓട്ടോറിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിച്ചളഞ്ഞു വെച്ചാൽ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ പറ്റില്ല. അത് 1.5 ലക്ഷം വരും ഓട്ടോറിക്ഷയ്ക്ക്. അപ്പൊ ഈ ഓട്ടോറിക്ഷ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പേപ്പറിൽ മനോരമയില് കരയമ്പറമ്പ് പാലത്തിനോടെ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് കിടക്കണം, ഫ്രണ്ട് ഇടിച്ച് സൈഡിൽ കിടപ്പുണ്ട്. അപ്പൊ അതിനകത്ത് ചെയ്തെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ കിടന്നുകൊണ്ട് വേറെ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഇതാരും മാറ്റാനുള്ള അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തണമെന്നും പറയുകയാണ് ന്യൂസ് ആയിരുന്നത്. ഞാനത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് ആകടെ നമ്പർ കിട്ടി. അങ്ങനെ ഈ ഓട്ടോറിക്ഷ പുള്ളി എടുത്ത് സംസാരിച്ചു. പുള്ളി ഒരു വാടകയ്ക്ക് തരാന്ന് പറഞ്ഞു. ഞാൻ പറയാ ചേട്ടാ അപ്പൊ ടോട്ടൽ ലോസ് ആയി പോയി. നമുക്ക് ഈ ഓട്ടോറിക്ഷ കത്തിക്കണം, അതാണ് അത് പരിപാടി. ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് ഇവര് തമ്മിൽ സംസാരിക്കുന്നു, ഓട്ടോറിക്ഷ കത്തിച്ച് കളയുന്ന ഒരു സീനാണ് എടുക്കണം. അതിന് ഈ ഓട്ടോറിക്ഷ ഞങ്ങൾ ഈ പുള്ളിനകത്തുള്ള നമ്മുടെ ഈ ഫാമിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പൊ ഈ കത്തിക്കുന്ന വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു അത് സിംഗിൾ ഷോട്ടാണ്. ഇവര് തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവണു, സംസാരിക്കുമ്പോൾ അപ്പുറത്ത് ഗ്യാങ് തമ്മിൽ വർത്തമാനം പറയണു. അതിന്റെ ഇടയ്ക്കാണ് ഈ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. ഈ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഓടി വരുമ്പോഴേക്കും മറ്റവൻ ബോംബ് എറിയാൻ വേണ്ടി ഓടിക്കുന്നു. ഈ പുറവ് ഓടിക്കുമ്പോഴാണ് ഈ ഓട്ട കത്തിക്കൊണ്ടേ കഴിയും. അത് സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് ഇവര് കറക്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും കട്ട് പറയിപ്പിച്ചോ. അതിനൊരു 10-24 പ്രാവശ്യം ഈ ഓട്ടോറിക്ഷ കത്താൻ തുടങ്ങി. ലാസ്റ്റ് ഓട്ടോറിക്ഷ ചാരുമ്പോ അതായത് എൻ്റെ സീറ്റ് ഫുള്ള് പോയി, സീറ്റ് ഇല്ല. കാരണം ഇത് ഈ SR വെച്ചിട്ടാണ് ഈ ഫയർ ഉണ്ടാക്കണേ. SR വെച്ച് സീറ്റ് കത്തി ടർപ്പ കത്തി ആ കരിഞ്ഞു പോലെ ഓട്ടോറിക്ഷ. ഇത് ഓടാന്ന് വെച്ചാൽ ഇവര് അങ്ങറ്റം ഓടണം. അപ്പൊ ഗിരീഷിന്റെ അടുക്ക് ഒരു ഷോട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ തന്നെ ഓടണം. ഇവര് ടയർഡാകും ചെയ്യും. അങ്ങനത്തെ ആ ഒരു ഷൂട്ട് ഒരു ദിവസം ഫുള്ള് പോയി. ഒരു 24 ടേക്കിനും ആ ഒരു ഒറ്റ സീൻ വേണ്ടി ആയിട്ടുണ്ടാവും. അതിലൊരു ഓട്ടോറിക്ഷയിൽ പോകുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പൊ ആ ഫൈറ്റ് നമ്മൾ 2-3 സ്ഥലത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. കാരണം ഒന്ന് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ജിബിലായിട്ട് ഗിരീഷ് ക്യാമറ പുറകെ പോകണം, അതിന്റെ പുറകെ ഫോളോ ചെയ്ത് പോകണം. അത് പിന്നെ അത് ഓട്ടോറിക്ഷ പോയി ലിജു പറഞ്ഞത് ഓട്ടോറിക്ഷ സ്ഥലത്ത് ചെന്ന് ബ്ലോക്ക് ആവണമെന്ന് പറയണം. അപ്പൊ ബ്ലോക്ക് അങ്ങനെ ഒരു 4 ജംഗ്ഷൻ വേണം. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീൻ സ്ഥലത്ത് എടുത്തിട്ട് പിന്നെ അടുത്ത സീൻ ആ ഷോട്ട് എടുത്ത് ശരി അങ്കമാലി ഇപ്പൊ അങ്കമാലി കോടതിയിൽ ആ ജംഗ്ഷൻ TB ജംഗ്ഷൻ MT മാത്യുവിന്റെ ജംഗ്ഷൻ എന്ന് പറയും. അത് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ അതായിട്ട് ഷൂട്ട് ചെയ്ത് ഓട്ടോറിക്ഷയിലെ സ്പീഡ് കൊണ്ട് പുറകെ ക്യാമറ ഫോളോ ചെയ്തുകൊണ്ട് ഒരു സംഭവം ചെയ്തിരുന്നത്. അത് ശരിക്കും നമ്മൾ വന്ന് ബ്ലോക്ക് ആവണം. ബ്ലോക്ക് ആയാലും മാത്രമാണ് അവിടെ നിൽക്കും. ബ്ലോക്ക് ആകുമ്പോൾ ഇതിന് ഇറങ്ങി ഓടണമാണ് അത് സീൻ. ലാസ്റ്റ് ഇത് എങ്ങനെ അതായത് ബ്ലോക്ക് ആയെന്ന് വെച്ചാൽ അത് വേറെ വണ്ടിനെ തന്നെ കറക്റ്റ് ടൈമിൽ അവിടെ ബ്ലോക്ക് ആയും ചെയ്ത് അതിനകത്ത് ആൾ ഇറങ്ങി ഓടി. അപ്പൊ അത് കറക്റ്റ് ബ്ലോക്ക് അല്ലാത്തതുകൊണ്ടും ഒരു 5-6 ഷോട്ട് സിംഗിൾ ഷോട്ട് ആയിരുന്നു. ആ സിംഗിൾ ഷോട്ട് 5-6 ഷോട്ട് അത് ഈ സിനിമയുടെ ഭൂരിഭാഗം സിംഗിൾ ഷോട്ടുകളാണ് ലിജു പ്ലാൻ ചെയ്തിരുന്നത്. ഇനി ഇതിലത് പറയാനുള്ള വെച്ചാൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ ലിച്ചിയും ഒരു കല്യാണം കഴിഞ്ഞിട്ട് കല്യാണ സദ്യ കഴിഞ്ഞിട്ട് ഇവർ ലിച്ചിയും പെപ്പയും കൂടി നൈറ്റ് ഇവര് സംസാരിച്ചു ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ലിച്ചി അവിടെ നിന്ന് ഒരു 200 മീറ്ററോളം പുറകെ ക്യാമറ ഫോളോ ചെയ്യാണ്, ജിംബല് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അത് നമുക്ക് ഒരു രാത്രി 9 മണിക്ക് ഷൂട്ട് തുടങ്ങിയിട്ട് രാവിലെ 5 മണി വരെ ആ ഷൂട്ട് പോയി. കാരണം ഇവരവിടെ നിന്ന് പോലും കറക്റ്റ് ആവില്ല. ലിജുവിനെ സംബന്ധിച്ചോളം ആ ഒരു ഷോട്ട് കറക്റ്റ് ആവാതെ പുള്ളി അത് ഒരു പിന്മാറില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. കറക്റ്റ് തന്നെ കിട്ടണം. പുള്ളി ഉദ്ദേശിച്ച സാധനം ഷാർപ്പിൽ കിട്ടണവരെ അത് പുള്ളി ഷൂട്ട് ചെയ്യും. അത് ആരായാലും എത്ര സമയം പുള്ളി ചെയ്യിപ്പിക്കും, അത്ര സമയം പോയിക്കൊണ്ടിരിക്കും. എല്ലാവരും ആരും ബുദ്ധിമുട്ട് അവനെ ഷോട്ട് കറക്റ്റായിട്ട് കിട്ടണം. അപ്പൊ നമ്മളെല്ലാവരും അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. വ്യത്യസ്തമായ സംസ്കാരവും പ്രകൃതി ദൃശ്യങ്ങളുമുള്ള 4 രാജ്യങ്ങളുമായി ഇതാ സഞ്ചാരം 13ാം വോളിയം പെൻഡ്രൈവിൽ. മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ, സ്ലൊവേനിയ. സഞ്ചാരം വോളിയം നമ്പർ 13. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HD യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ലാസ്റ്റ് ക്ലൈമാക്സ് എന്ന് വെച്ചാൽ അങ്കമാലി ഫൊറോനപ്പള്ളിയിലെ പള്ളിയങ്ങാടിയിലാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. ആ പള്ളി പെരുന്നാൾ പ്രദക്ഷിണം. ഇത് ഒറ്റ ഷോട്ടായിരുന്നു ആ ക്ലൈമാക്സ് അങ്കമാലി ഡേയ്സിന്റെ. അപ്പൊ ആദ്യം അത് ഒരു ദിവസം കൊണ്ട് അത് റിഹേഴ്സൽ ചെയ്തു. ആർട്ടിസ്റ്റ് വെച്ച് ഇങ്ങനെ ഇവിടെ സംസാരിക്കുന്നു, അവിടെ നിന്ന് പോകണു, വെള്ളം ഓടിക്കുന്നു, അപ്പുറത്ത് ഇറങ്ങി പോകണു. അതെല്ലാം 2-3 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്ത് ാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം വൈകിട്ട് അന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് വന്ന ജനറേറ്ററൊക്കെ വന്ന് ലൈറ്റ് ഒക്കെ ചെയ്തു. ഞങ്ങളുടെ അവിടെ ലോക്കലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ മൊത്തം ഞങ്ങൾ വെച്ചു. നമ്മുടെ നാട്ടുകാർ തന്നെ എല്ലാവരും, ആ പള്ളിയിൽ അവിടെയുള്ള ആൾക്കാരും ചേച്ചിമാരും ചേട്ടന്മാരും അവരെല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ ഈ സാധനം പ്ലാൻ ചെയ്തു. അപ്പൊ അതിന് വെച്ചാൽ ഈ ഞങ്ങളുടെ അങ്കമാലി പ്രത്യേകിച്ച് അങ്കമാലി പള്ളി പെരുന്നാൾ പ്രതീക്ഷകൾക്കൊക്കെ ഫ്രണ്ടിലൊരു ടെമ്പോ ഈ മെറ്റഡോർ വഞ്ചിയുടെ ഷേപ്പ് ആക്കും, അടിച്ച് വൈറ്റ് തുണിയൊക്കെ അടിച്ച് അതിലാണ് ഈ രൂപമൊക്കെ വയ്ക്കണേ. അത് ഫ്രണ്ടിൽ പോകണം. ചില സ്ഥലങ്ങളിൽ ലോറി വയ്ക്കും, ഈ മണലുകൊണ്ടാണ് വലിയ ലോറിയും. ചിലവര് മാറ്റ് ഡോർ വണ്ടിയുണ്ട്, ചെറിയ വണ്ടി ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പൊ ഒരു പ്ലാൻ ചെയ്തപ്പോൾ നമ്മളൊരു ഏഷ്യ വെച്ചിട്ടാണ് അങ്ങനെ ഒരു വഞ്ചി. നമ്മുടെ അന്ന് ആർട്ട് ഡയറക്ടർ ഇന്ദുലാലാണ് അത് ചെയ്ത്. അപ്പൊ അത് വണ്ടി വെച്ചാൽ റോഡിന്റെ വീതി ഉണ്ടാവും, ഏഷ്യ വലിപ്പം ഉണ്ടാവും. ആ റോഡ് ചെറുതാണ്, 2 സൈഡ് നിറച്ചും. അതായത് പള്ളിങ്ങാടി അങ്കമാലി ഫൊറോനപ്പള്ളിയുടെ ആ അങ്ങാടിയാണ്. അത് നേരെ സ്ട്രെയിറ്റ് എടുക്കണേ, 2 സൈഡും വീടുകളാണ്. അപ്പൊ അത് ആ റോഡ് ഫുള്ളായിട്ടാണ് ആ വണ്ടി ഇരിക്കുന്നത്. അത് ഏറ്റവും ഫ്രണ്ടിൽ വരണം. അത് ഫ്രണ്ടിൽ വന്ന് ഇത് ഫ്രണ്ടിൽ എല്ലാം ലൈറ്റ് ചെയ്ത്, ബാക്കിൽ പ്രദക്ഷിണം, കൊട, ഒരു പെരുന്നാളിനുള്ള എല്ലാ സെറ്റും, എല്ലാ രൂപവും കാര്യങ്ങളും ചെയ്തു. പിന്നെ അങ്കമാലി പള്ളി നമ്മൾ പെരുന്നാളാണ് ഇതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് മൊത്തം അതിന്റെ എലിമിനേഷൻ വർക്ക് ചെയ്തു. പിന്നെ നമുക്ക് എല്ലാം ഫയർ വർക്ക്, അത് പൂത്തിരി മേശപ്പൂതെല്ലാം കത്തിക്കേണ്ടി വരും. അപ്പൊ അതെല്ലാം ഞങ്ങൾ സൈഡിലൊക്കെ പ്ലാൻ ചെയ്ത് ഫസ്റ്റ് ഡേ അത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ നമ്മുടെ ശരിക്കുള്ള ആർട്ടിസ്റ്റ് അല്ല ഇവര്, നമ്മുടെ അയൽക്കാർ. അവർ 2-3 ഷോട്ടാകുമ്പോൾ ഇവരൊക്കെ ആൾക്കാർ കുറച്ചൊക്കെ പോയി തുടങ്ങി. അപ്പൊ പിന്നെ നമ്മൾ അന്ന് രാവിലെ ഒരു 6 മണിക്ക് പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ നിർത്തി. പിറ്റേ ദിവസം നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവം അത് വെച്ചിട്ട് നമ്മൾ അത് കറക്റ്റ് പ്ലാൻ ചെയ്ത് ആ ഷോട്ട് അന്ന് ഷൂട്ട് ചെയ്തത്. അത് 3, 4, 5 ഷോട്ടില് ടേക്കിൽ അത് കറക്റ്റായി. അതിൽ വേറെ നമുക്ക് ഈ ഓരോ പ്രദക്ഷിണം പോയിട്ട് വന്നു കഴിയുമ്പോൾ അത് കറക്റ്റ് ആവില്ല. കാരണം ഈ ഇവനക്ക് ഇറങ്ങി തിരിഞ്ഞ് അതിപ്പോ നിങ്ങൾക്ക് കണ്ടറിയാലോ, ഒരുപാട് ഒരു ക്യാമറ, ഒരുപാട് ഗിരീഷ് ഗംഗാധരൻ, അത് ഭയങ്കര ഗിരീഷ് ഗംഗാധരനൊക്കെ അത്ര എഫേർട്ട് എടുത്താണ് സാധനം ചെയ്തതാണ്. അത്രയും കറങ്ങി വന്ന് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആകുമ്പോൾ വലിയ പോരാന്ന് പറയും. അപ്പൊ എല്ലാവരും അതൊരു മോണിറ്ററിലേക്ക് നോക്കാണ് പ്ലേ ചെയ്യുമ്പോൾ. അത് പ്ലേ ചെയ്ത് കറക്റ്റ് അല്ല, ശരിയായില്ല. വീണ്ടും ഈ ഏറ്റവും ഈ ലോറിയാണ്, ഈ ലോറി അങ്ങറ്റം വരെ റിവേഴ്സ് ചെയ്യണം, എല്ലാവരും റിവേഴ്സ് ചെയ്യണം. വീണ്ടും അവിടെ നിന്ന് പോരും. അപ്പൊ ആ പോണ വഴിക്ക് വരുമ്പൊക്കെ ഈ കൊരപ്പൂ മേശപ്പൂ ഇതൊക്കെ പൊട്ടിക്കണം. ആ സമയത്ത് കറക്റ്റ് ടൈമിൽ അത് പൊട്ടിച്ചിരിക്കണം. ഇപ്പൊ നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് നിങ്ങൾ ക്യാമറ ഇങ്ങോട്ട് വന്ന് ഇത്ര ഡിസ്റ്റൻസ് ആകുമ്പോഴേക്കും അത് തീ കൊടുത്തോളെന്ന് പറയും. അങ്ങനെ കത്തിച്ചാണ് ഓരോ ടൈമിൽ കത്തിച്ച് ആ ഷോട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്താണ് ചെയ്തത്. അവസാനം വന്നിട്ട് ഇവനെ ഒരു ഫയറിലേക്ക് തള്ളിയിടുന്ന ഒരു ചവിട്ടിയിടുന്ന സാധനമുണ്ട്. അപ്പൊ അത് ലിജോന് ആ സമയത്ത് വെച്ചാൽ ഫയർ ശരിക്കും ആളി കത്തണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിത് ഓട്ടോറിക്ഷയിലിട്ട് 8-10 പേര് നിൽക്കാണ്ട് ഇതിങ്ങനെ വലിച്ചെറിയാണ് എൻ്റെ അകത്തോട്ട് ലൈവായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിംഗിൾ ഷോട്ട് വന്ന് നിൽക്കണു, കറക്റ്റ് ചവിട്ടിന് അടുത്ത് നിൽക്കണു, അതാണ് നിൽക്കണ്ടേ. ഈ ഈർക്കിളിപ്പടക്കം, ഞങ്ങളുടെ ഒരു ഈർക്കിളിപ്പടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലൊരു പേപ്പർ പടക്കം എന്ന് പറയും, അത് കൂട്ടമായിട്ട് പൊട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ സാധനം ബണ്ടിൽ വാങ്ങിക്കണം. അപ്പൊ ബണ്ടിൽ കുറച്ച്, അപ്പൊ ഞാന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഈ പടക്കക്കടയുണ്ട്, അവിടെ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ഈ പൂത്തിരി മേശപ്പൊക്കെ ബൾക്കായിട്ട് തരാൻ പറഞ്ഞു. ഫുള്ള് ആ വണ്ടിയിലേക്ക് സ്റ്റോക്ക് ചെയ്തി, എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ആ ഒരു ടെമ്പോ ട്രാവലർ ഫുള്ള് അത് സ്റ്റോക്ക് ചെയ്ത് അത് സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്ത് പൊട്ടിച്ചു. അത് പൊട്ടിക്കുന്നതനുസരിച്ച് ആള് ബില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ആള് നമ്മുടെ കൂടെ ഉണ്ട്, ഓരോന്ന് പൊട്ടിക്കുന്നവർ അതനുസരിച്ച് ബില്ല് ആൾ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. ഇത് എടുത്തു വീണ്ടും പ്ലാൻ ചെയ്യുമ്പോൾ വെച്ചാൽ ഈ വന്ന ജനമെല്ലാം ലിജോ എന്താണ് പറയണേ, ഇത് കറക്റ്റ് ആയോ ഇല്ലയോ, കാരണം 1-2-3 ഷോട്ടാണ് ഇതൊന്ന് ക്ലിയർ ആവും. അത് കറക്റ്റ് വന്നിട്ട് ഓക്കെ എന്ന് പറയില്ലല്ലേ. പിന്നെ അവിടെ ഭയങ്കര വിളിച്ച ഈ വന്ന പടക്കം എല്ലാം ഇട്ട് പൊട്ടി പെരുന്നാൾ പോലെ ആയിരുന്നത്. ആ ക്ലൈമാക്സിന്റെ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. ഈ ക്ലൈമാക്സിന്റെ പെപ്പെ ദുബായി പോണു. അപ്പൊ പിന്നെ പെപ്പന്റെ ദുബായിലെ ഒരു ക്രെയിനിൽ എന്താ കാണിക്കണം, ദുബായില് ഒരു 10-100 നിലയുള്ള ഫ്ലാറ്റിന്റെ മുകളിലൊരു ടവറാണ്. ആ ടവർ ക്രെയിൻ എന്ന് വെച്ചാൽ അതിലും വലിയ ഹൈറ്റ് ആണ് പറഞ്ഞത്. ആ ക്രെയിനിന്റെ മുകളിൽ കയറിയിട്ട് ഇരുത്തിയിട്ടാണ് പെപ്പനെ അത് ഷൂട്ട് ചെയ്തത്. പക്ഷെ പെപ്പ പറഞ്ഞു വെച്ചാൽ എനിക്ക് ആ സമയത്ത് എന്ത് തോന്നി, പക്ഷെ കുറച്ച് കയറിയപ്പോൾ ഭയങ്കര കാറ്റായെന്ന് പറയണേ. അതൊരു ഡ്രോൺ ഷോട്ട് ആയിരുന്നു. അപ്പൊ അത് പെപ്പനെ ഒരു ക്രെയിൻ ഓപ്പറേറ്റർ പാകിസ്ഥാനി എന്തായിരുന്നു പറഞ്ഞു. ആ പാകിസ്ഥാനി പുള്ളിനെ കൂടെ വിളിച്ച് ആള് കയറിയാണ് പോയി. കാരണം ആള് സ്ഥിരം കയറാൻ പ്രാക്ടീസാണ് പുള്ളി കയറി. പെപ്പ വിളിച്ചു എല്ലാം ഇങ്ങനെ കയറി എളുപ്പം, പക്ഷെ കയറി ഇടയ്ക്ക് വെച്ച് മനസ്സിലായത് ഇത്രയും ഹൈറ്റും ഭയങ്കര കാറ്റും. പിന്നെ കയറിയില്ല വെച്ചാൽ രണ്ടും കൽപ്പിച്ച് കയറി. കാരണം
ആ സമയത്ത് എല്ലാവരും ഇത് അഭിനയിക്കാൻ വന്നുകൊണ്ട് എന്ത് എഫർട്ടായിട്ട് എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടിരിക്കില്ലായിരുന്നു, എല്ലാവരും വർക്ക് ചെയ്ത്. കാരണം എല്ലാവർക്കും സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ എല്ലാവർക്കും അതൊരു മാറ്റം വന്നൊരു സിനിമയാണ് അങ്കമാലി ഡേയ്സ്. അപ്പൊ അതിനും നമ്മൾ എല്ലാവരും, ഞാൻ പോലും ആദ്യമായിട്ട് പറഞ്ഞു നമുക്ക് ലിജോ ഒരു കാര്യം ഒരു ടാസ്ക് ആയിട്ട് എടുക്കാണത്. ലിജോ പറയണ അപ്പുറമായിട്ട് നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ലിജോനെ ചെയ്യണം എന്ന രീതിയിലാണ് ഞങ്ങൾ എല്ലാവരും ലിജോനോട് അന്ന് ആ പടത്തിനൊക്കെ ഞങ്ങളെല്ലാം വർക്ക് ചെയ്ത് അങ്ങനെയാണ്. ഈ സിനിമ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ലിജോ എടുത്ത് പറയാം, ഇതാണ് പരിപാടി, നീ ഇനി അടുത്ത പടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പരിപാടി പടങ്ങൾ നമുക്ക് അടിപൊളി ചെയ്യാൻ പറ്റും, കൂടെ നിൽക്കാൻ പറ്റും. ഞാൻ പറയാം അത് കുഴപ്പം, സിനിമയല്ല നമുക്ക് ചെയ്യാം, എനിക്ക് വരെ ഇൻട്രസ്റ്റ് ആയി ഇനിയും പടങ്ങൾ ചെയ്യാം. കാരണം ഇത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ലിജോന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഭയങ്കര അത് വേറെ അവൻ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുത്താൽ അവൻ അതിന്റെ അപ്പുറം ചെയ്യും. ലിജോനെ സംബന്ധിച്ചാൽ നമ്മളൊരു ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ലൊക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ കഥ മാറ്റി കളി. കാരണം ആ ലൊക്കേഷൻ പുള്ളിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ കഥയെ കണ്ടേക്കാൻ പുള്ളി ചെറിയ മാറ്റം അത് വരുത്തും. അതാണ് ലിജോ. അങ്കമാലി ഡേയ്സ് എന്ന സിനിമയുടെ ലൊക്കേഷൻ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.